വെൽക്കം ബാക്ക് ടു ലേണിനു. സോ ഈ വർഷം KTU BTech ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അതിൽ ഗ്രൂപ്പ് സിയിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ചെയ്തു കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് സി ആണ്. അപ്പൊ എന്താണ് ഈ ഗ്രൂപ്പ് എന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് നമ്മൾ എൻറ്റയർ ബ്രാഞ്ചസ് നമ്മൾ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് നമ്മളുടെ മെക്കാനിക്കൽ, സിവിൽ തുടങ്ങിയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഇതിൽ വരെ. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫസ്റ്റ് സെം, സെക്കൻഡ് സെം അങ്ങനെ 2 സെമിസ്റ്റർ ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ. അപ്പൊ അതിൽ ഓരോ സബ്ജക്ട് ഏതൊക്കെയാണ് വരാന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഗ്രൂപ്പ് സി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സയൻസ് ആണ് ആ ഗ്രൂപ്പ്. സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, പോളിമർ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് സിയിൽ വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സെമിസ്റ്റർ നോക്കാം. അപ്പൊ ഫസ്റ്റ് സെമിസ്റ്റർ എന്ന് പറയുമ്പോൾ ജൂലൈ ടു ഡിസംബർ ആയിരിക്കും വരെ. ഓക്കെ, അപ്പൊ ഏകദേശം ഇനിയിപ്പോ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഒരു പക്ഷേ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ക്ലാസ്സുകൾ തുടങ്ങും. ഡിസംബറോട് കൂടി നമുക്ക് എക്സാം ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സെമിസ്റ്ററിൽ വരുന്ന സബ്ജക്ട്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിലൊരു 10 days കമ്പൽസറി ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഒരു ബ്രിഡ്ജ് കോഴ്സ് മാത്സ് ഓർ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന കരിക്കുലത്തില്. ഇനി നമുക്ക് ഓരോ കോഴ്സുകൾക്കും അതിന്റെ കോഡ് ഉണ്ട്. അതേപോലെ തന്നെ കോഴ്സ് ടൈറ്റില്, ദെൻ അതിൽ നമുക്ക് ക്രെഡിറ്റ് സ്ട്രക്ചർ, അത് നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ് എന്നുണ്ടാവും. അപ്പൊ അതിൽ തന്നെ നമുക്ക് LTPR എന്ന് പറയുന്നത് നമ്മളെ ലെക്ചർ, ട്യൂട്ടോറിയൽ, പ്രാക്ടിക്കൽ, പ്രോജക്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് സെമിൽ നമുക്ക് പ്രോജക്റ്റ് ഒന്നും വരുന്നില്ല. ദെൻ CIA ESE ടോട്ടൽ മാർക്ക്. CIA ESE എന്ന് പറയുന്നത് ഇന്റേണലും എക്സ്റ്റേണലും ആണ്. ഇന്റേണൽ അസസ്മെന്റ് വഴിയുള്ള ഒരു മാർക്കും, അതേപോലെ എക്സ്റ്റേണൽ എക്സാം എന്ന് പറയുന്നത് നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി കിട്ടുന്ന ഒരു മാർക്കും. അതിനനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സെമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടാണ്. ഇപ്പൊ ഗ്രൂപ്പ് എക്കും ബിക്കും സിക്കും ഒരേപോലെയല്ല മാത്സ് വരും, സിലബസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് 40-60, അതായത് 40 മാർക്ക് ഇന്റേണലും 60 മാർക്ക് നമുക്ക് എക്സ്റ്റേണലും ആയിട്ട് വേണം കിട്ടാൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഫിസിക്സും പിന്നെ കെമിസ്ട്രിയും. അപ്പൊ ഇതിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ നമുക്ക് ഒരേ സെമിൽ പഠിക്കേണ്ടി വരില്ല. ഒരു സെമിൽ ഫിസിക്സ് ആണെങ്കിൽ ഒരു സെമിൽ കെമിസ്ട്രി, ആ രീതിയിലായിരിക്കും. അതിനും 40-60 ആയിട്ട് തന്നെയാണ് മാർക്ക് വരുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് അടുത്ത ഒരു സബ്ജക്ട് വരുന്നത്. അത് 40-60 തന്നെയാണ് വരുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ബേസ് ആണ് അല്ലെ. അപ്പോ ഇതില് 2 പാർട്ടായിട്ടായിരിക്കും ഇത് വരിക. അതായത് പാർട്ട് 1 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പാർട്ട് 2 സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ മാർക്കും അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് 40-60 എന്നുള്ളത് 20-30 20-30 ആയിട്ട് വരും. ഓക്കെ, അടുത്തത് അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. അപ്പൊ ഈ ഒരു സബ്ജക്ട് എല്ലാവർക്കും കോമൺ ആണ്, ഏത് ഗ്രൂപ്പ് എടുത്താലും കോമൺ ആണ്. നെക്സ്റ്റ് വരുന്നത് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ആണ്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്, ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത് ഈ ഹെൽത്ത് ആൻഡ് വെൽനെസ്, ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഇതിലൊന്നും എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവില്ല കേട്ടോ. അതിൽ ഇന്റേണൽ അസസ്മെന്റ് മാത്രമാണ്. ഇത് രണ്ടും ഒരേ സെമിൽ പഠിക്കേണ്ടി വരില്ല. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒന്ന് S1-ലും ഒന്ന് S2-ലും, സെമിസ്റ്റർ 1-ലും സെമിസ്റ്റർ 2-ലും ആണ് വരെ. പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. അത് 3 കോഴ്സസ് ആണ് എടുക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്നത്. ഇതിൽ നമുക്ക് പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ലാബ് വരും, പൈത്തന്റെ ലാബ് വരും, പിന്നെ ഒരു വർക്ക്ഷോപ്പും ആണ് വരുന്നത്. ബാക്കി തിയറി സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് സെമിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് നെക്സ്റ്റ് ജാനുവരി ടു ജൂണിൽ സെക്കൻഡ് സെമിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു മാത്സ് പഠിക്കാനുണ്ട്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി. അപ്പൊ നമ്മൾ നേരത്തെ ഫിസിക്സ് പഠിച്ചെങ്കിൽ ഇപ്പൊ കെമിസ്ട്രി. ഇനി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്, ദെൻ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അതും നമ്മൾ നേരത്തെ സിവിൽ മെക്കാനിക്കൽ പഠിച്ച പോലെ ഇവിടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ പാർട്ട് 1 ഇലക്ട്രിക്കൽ, പാർട്ട് 2 ഇലക്ട്രോണിക്സ്, അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഒരു പ്രോഗ്രാം കോർ, ഒരു കോർ സബ്ജക്ട് എന്തായാലും വരും. പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറയുന്നത് നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിട്ട്, അപ്പൊ അതിനുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്റേണൽ അസസ്മെന്റും എക്സ്റ്റേണൽ അസസ്മെന്റും വരുന്നതാണ്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്, ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡ്രാഫ്റ്റിംഗ് ലാബ് ഉണ്ടാവും, പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടും. അത് കൂടാതെ നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് 2024 സ്റ്റുഡൻസിന് മാത്രമായിട്ട്
സോ അതിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.